ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ജനറൽ ഇംഗ്ലീഷിൻ്റെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് ക്ലാസ്സായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പല ടോപ്പിക്കുകളും കടന്നു വരുന്നുണ്ട്. അപ്പോൾ ടോപ്പിക് ബേസ് ക്ലാസ്സുകൾ ഒരു സൈഡിൽ കൂടെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതിന് മുൻപേ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും മുൻവർഷ ചോദ്യങ്ങളിലൂടെ തന്നെ ടോപ്പിക്കുകൾ പരിചയപ്പെടണം. ആദ്യ ചോദ്യം നോക്കാം. യൂസ് സ്യൂട്ടബിൾ ഫ്രേസൽ വേർബ്. ഫ്രേസൽ വേർബ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വൊക്കാബുലറി ഫ്രേസൽ വേർബ്. ഫ്രേസൽ വേർബ് എന്ന ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫ്രേസൽ വേർബ്? ഒരു മെയിൻ വേർബും ഏതെങ്കിലും ഒരു മെയിൻ വേർബും അതിനോടൊപ്പം ഒരു പ്രിപ്പോസിഷനും നോക്കാം. ഇവിടെ ഓഫ്, ഡൗൺ, ഡൗൺ, ഓഫ്. അപ്പോൾ ഏതെങ്കിലും ഒരു മെയിൻ വേർബ് പ്ലസ് ഒരു പ്രിപ്പോസിഷൻ, ഇത് ചേരുമ്പോൾ ഈ മെയിൻ വേർബിന്റെ അർത്ഥമല്ലാതെ വേറൊരു അർത്ഥം കിട്ടുന്നു. അപ്പോൾ ഇതിനെയാണ് ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത്. നോക്കാം, സെറ്റും ഓഫും ചേർന്നാണ്. സെറ്റ് ഒരു മെയിൻ വേർബാണ്, ഓഫ് ഒരു പ്രിപ്പോസിഷനാണ്. ഇപ്പം സെറ്റിൻ്റെയും ഓഫിൻ്റെയും അർത്ഥമല്ല ഇത് തമ്മിൽ ചേരുമ്പോൾ കിട്ടുന്ന അർത്ഥം. അതുപോലെ തന്നെ ടേൺ ഡൗൺ. ടേൺ ഒരു മെയിൻ വെർബാണ്, ഡൗൺ ഒരു പ്രിപ്പോസിഷനാണ്. അപ്പം ഇത് തമ്മിൽ ചേരുമ്പോൾ ഒരു ഫ്രേസൽ വെർബായി തീരും. അതിന് മറ്റൊരു അർത്ഥമാണുള്ളത്. ക്വസ്റ്റ്യനിലേക്ക് വരാം. യൂസ് സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. നോക്കാം, 4 ഫ്രേസൽ വെർബ്സ് തമ്മിലുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. ദ മീറ്റിംഗ് ഹാസ് ബീൻ ഡാഷ് എഗെയിൻ. ദ മീറ്റിംഗ് ഹാസ് ബീൻ ഡാഷ് എഗെയിൻ. ഈ ബ്ലാങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫ്രേസൽ വെർബ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്തായിരിക്കണം? ദ മീറ്റിംഗ് ഹാസ് ബീൻ ഡാഷ് എഗെയിൻ. പിന്നെയും മാറ്റിവെച്ചു എന്നോ അത് ക്യാൻസൽ ചെയ്തു എന്നോ ഒക്കെയുള്ള ഏതെങ്കിലും ഒരു അർത്ഥത്തിലായിരിക്കണം വരേണ്ടത്. അങ്ങനെയാണ് സെന്റൻസ് കാണിക്കുന്നത്. നോക്കുക, ഓരോ ഫ്രേസൽ വെർബിന്റെ അർത്ഥം നോക്കുക. സെറ്റ് ഓഫ്. സെറ്റ് ഓഫിന്റെ മീനിങ് ആണ് ബിഗിൻ, ആരംഭിക്കുക, തുടങ്ങുക. ടേൺ ഡൗൺ. ടേൺ ഡൗണിന്റെ മീനിങ് ആണ് അപ്പിയർ സഡൻലി, പെട്ടെന്ന് പ്രത്യക്ഷമാകുക, പെട്ടെന്ന് മുന്നിലേക്ക് വരിക. അതൊക്കെയാണ് ടേൺ ഡൗൺ. പുട്ട് ഡൗൺ. പുട്ട് ഡൗണിന്റെ മീനിങ് ഡിക്രീസ് എന്നാണ്, കുറയ്ക്കുക അഥവാ ഡിക്രീസ്. പുട്ട് ഓഫ്. പുട്ട് ഓഫിന്റെ മീനിങ് ആണ് പോസ്റ്റ് പോൺ, മാറ്റിവയ്ക്കുക. പുട്ട് ഓഫിന്റെ മീനിങ് ആണ് പോസ്റ്റ് പോൺ, മാറ്റിവയ്ക്കുക. നോക്കുക, സെറ്റ് ഓഫിന്റെ മീനിങ് ബിഗിൻ എന്നാണ്, തുടങ്ങുക. ദ മീറ്റിംഗ് ഹാസ് ബീൻ ഡാഷ് എഗെയിൻ. മീറ്റിംഗ് പിന്നെയും ആരംഭിച്ചു എന്ന് ആയിരിക്കില്ല, മീറ്റിംഗ് മാറ്റിവെച്ചു, പിന്നെയും പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹാസ് ബീൻ പുട്ട് ഓഫ് എഗെയിൻ. മീറ്റിംഗ് പിന്നെയും മാറ്റി വെച്ചു എന്നാണ് അർത്ഥത്തിലേക്ക് വരേണ്ടത്. അപ്പൊ പുട്ട് ഓഫിന്റെ മീനിങ് ആണ് മാറ്റിവെക്കുക അഥവാ പോസ്റ്റ്പോൺ. പുട്ട് ഡൗൺ ഡിക്രീസ് അഥവാ കുറയ്ക്കുക, താഴ്ത്തിക്കൊണ്ടുവരിക. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ അപ്പിയർ സഡൻലി, പെട്ടെന്ന് പ്രത്യക്ഷമാകുക. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക, ആരംഭിക്കുക, ബിഗിൻ. അതാണ് സെറ്റ് ഓഫിന്റെ മീനിങ്. ഉത്തരം പുട്ട് ഓഫ് എന്നാണ്. അപ്പൊ പുട്ട് ഓഫിന്റെ മീനിങ് പോസ്റ്റ് പോൺ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പുട്ട് ഉപയോഗിച്ചുള്ള മറ്റ് പ്രധാനപ്പെട്ട ഫ്രേസൽ വെർബ്സ് നോക്കാം. പുട്ട് ഔട്ട്. പുട്ട് ഔട്ടിന്റെ മീനിങ് എക്സ്റ്റിങ്ക്യൂഷ് എന്നാണ്. പുട്ട് ഔട്ടിന്റെ മീനിങ് ആണ് കെടുത്തുക അഥവാ അണയ്ക്കുക. അത് തീ അണയ്ക്കുക എന്നോ അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യുക എന്നോ ഫാൻ ഓഫ്, സ്വിച്ച് ഓഫ് ചെയ്യുക എന്നോ ഒക്കെയുള്ള മീനിങ്ങിൽ അണയ്ക്കുക, നിർത്തുക, എക്സ്റ്റിങ്ക്യൂഷ്, കെടുത്തുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വെർബൽ ഫ്രേസ് ആണ് പുട്ട് ഔട്ട്. ഇതും പുട്ട് ഓഫുമായിട്ട് ഒരിക്കലും തെറ്റിപ്പോകരുത്. ഇവിടെ ഓഫ് എന്ന് കാണുന്നത് കൊണ്ട് അണയ്ക്കുക എന്ന മീനിങ്ങിൽ പുട്ട് ഓഫ് കയറി ഉപയോഗിക്കരുത്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പോൺ അഥവാ മാറ്റിവെക്കുക എന്നും, പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ അണയ്ക്കുക അഥവാ കെടുത്തുക എന്നുമാണ് അർത്ഥം. നമുക്ക് പുട്ട് ഉപയോഗിച്ചുള്ള മറ്റൊരു ഫ്രേസൽ വെർബാണ് പുട്ട് ബൈ. പുട്ട് ബൈയുടെ മീനിങ് ആണ് സേഫ്, രക്ഷിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക. പുട്ട് ബൈയുടെ മീനിങ് ആണ് സേഫ്. അടുത്ത നോക്കുക, പുട്ട് ഓൺ. പുട്ട് ഓണിന്റെ മീനിങ് ആണ് വിയർ അഥവാ ധരിക്കുക. വിയർ അഥവാ ധരിക്കുക, വസ്ത്രം ധരിക്കുക. അടുത്ത നോക്കുക, പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന വെർബൽ ഫ്രേസ് ആണ് പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്തിന്റെ മീനിങ് ആണ് ടോളറേറ്റ് അഥവാ സഹിക്കുക. അപ്പൊ നോക്കുക, പുട്ട് ഉപയോഗിച്ചുള്ള വെർബൽ ഫ്രേസുകൾ പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് എന്നാണ് അർത്ഥം. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിക്രീസ്, കുറയ്ക്കുക, പുട്ട് ഡൗൺ. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പോൺ എന്നാണ് അർത്ഥം. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ അണയ്ക്കുക. പുട്ട് ബൈ സേഫ്, പുട്ട് ഓൺ വിയർ അഥവാ ധരിക്കുക, പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ് അഥവാ സഹിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 10
ടെൻസ് ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെൻസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെൻസും സകല ഇംഗ്ലീഷ് ഗ്രാമറും പഠിച്ചതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകാമെന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇങ്ങനെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ പരീക്ഷയിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന ടെൻസിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു വെക്കുക. അതിന്റെ പുറകിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക. പാരലായിട്ട് നമുക്ക് ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകളിലൂടെ ഗ്രാമർ കൂടുതലായിട്ട് മനസ്സിലാക്കി കൊണ്ടുവരിക. നോക്കി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മളൊരു എക്സാം ഹോളിൽ അറ്റൻഡ് ചെയ്യാൻ നോക്കാം. ദേ ഡാഷ് ബ്രാക്കറ്റിൽ ഗോ എന്നൊരു വേർബ് കൊടുത്തിട്ടുണ്ട്. ഹോം ആഫ്റ്റർ ദേ ഹാഡ് ഫിനിഷ്ഡ് ദെയർ വർക്ക്. അപ്പൊ ഇവിടെ ഗോ എന്ന വേർബ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻസിൽ വെന്റ്, വേർ ഗോയിങ്, ആർ ഗോയിങ്, ഹാഡ് ഗോൺ ഇത്രയും കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ആർക്കും മനസ്സിലാക്കാം ഗോ എന്ന വേർബിന്റെ, ഗോ എന്ന ക്രിയയുടെ വിവിധ ടെൻസ് രൂപങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വെന്റ് എന്നുള്ളത്, വേർ ഗോയിങ് എന്നുള്ളത്, ആർ ഗോയിങ് എന്നുള്ളത്, ഹാഡ് ഗോൺ എന്നുള്ളത്. അപ്പോൾ ഗോ എന്ന ഒറ്റ വേർബിന്റെ പല ടെൻസിലുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഗോ എന്ന വേർബിനെ ഇതിൽ ഏത് ടെൻസ് ഫോം ആക്കി ഇവിടെ ഫില്ല് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഫില്ല് ചെയ്യുവാനായിട്ട് നാം ഈ സെന്റൻസിന്റെ ബാക്കി ഭാഗത്തിലേക്ക് നോക്കാം. കാരണം എന്തെങ്കിലും ഒരു ക്ലൂ സെന്റൻസിന്റെ ബാക്കിയിൽ അല്ലെങ്കിൽ ഇതിനെ തുടർന്ന് വരുന്ന ഈ ഭാഗത്തിൽ ഉണ്ടായിരിക്കും. അതനുസരിച്ച് വേണം ഇവിടെ ഏത് ടെൻസ് ഫോം വരണമെന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട്. നോക്കുക, ഹോം ആഫ്റ്റർ ദേ, പിന്നെ വരുന്നതാണ് ഹാഡ് ഫിനിഷ്ഡ്. അതായത് ഈ വേർബ് കഴിഞ്ഞ് അടുത്ത് വരുന്ന ഒരു വേർബിന്റെ പോർഷനാണ് ഈ സെന്റൻസിൽ. ഈ വേർബ് കഴിഞ്ഞ് പിന്നെ വരുന്ന വേർബിന്റെ പോർഷനാണ് ഹാഡ് ഫിനിഷ്ഡ് എന്ന് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഹാഡ് പ്ലസ് V3 ആണ് തന്നിരിക്കുന്നത്. ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ വേർബ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യന്റെ ബാക്കി വായിച്ചു നോക്കുക. ബാക്കിയിൽ ഒരു സാധ്യത എപ്പോഴും ഹാഡ് പ്ലസ് V3 ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഹാഡ് പ്ലസ് V3 എന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഉറപ്പിച്ചു വെക്കുക, എന്താണത്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് എന്ന് കൊടുത്തിരിക്കുന്നു, ഫിനിഷ്ഡ് എന്ന V3 ഫോമും കൊടുത്തിരിക്കുന്നു, അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇത്തരത്തിൽ ഹാഡ് പ്ലസ് V3 എന്ന പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സെന്റൻസിൽ ആ സെന്റൻസിലെ ആദ്യ ഭാഗത്ത് വരേണ്ടത് ഇപ്പോഴും സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. അപ്പൊ മറക്കരുത്, പാസ്റ്റ് പെർഫെക്റ്റിന്റെ കൂടെ അതിന് മുൻപായിട്ട് ഉറപ്പായിട്ടും എന്താണ് ഉപയോഗിക്കുക, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും ഒരു പാസ്റ്റ് ടെൻസിലുള്ള ഓപ്ഷൻ തന്നെ വരികയുള്ളൂ. ഒരു പ്രസന്റ് ടെൻസ് ഓപ്ഷൻ ഒരിക്കലും വരില്ല. രണ്ട് കാലങ്ങൾ ഒരിക്കലും കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കില്ല എന്ന് മനസ്സിലാക്കുക. അതായത് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് വന്നിട്ട് അതിൻ്റെ കൂടെ അതേ സെന്റൻസിൽ പിന്നെ ഒരു പ്രസന്റ് ടെൻസിലുള്ള സിമ്പിൾ പ്രസന്റോ പ്രസന്റ് കണ്ടിന്യൂസോ പ്രസന്റ് പെർഫെക്റ്റോ ഒന്നും ഉപയോഗിക്കില്ല. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ചേർക്കേണ്ട ടെൻസ് ഫോം എല്ലായ്പ്പോഴും പാസ്റ്റ് ടെൻസിൽ നിന്ന് തന്നെ ഉള്ളതായിരിക്കും. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് തന്നിരിക്കുന്നത് ഹാഡ് പ്ലസ് V3. അതായത് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് ഗോ എന്ന വേർബിന്റെ സിമ്പിൾ പാസ്റ്റ് ഓപ്ഷൻ ആണ്. മറ്റൊരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, എന്താണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കുക, ആഫ്റ്റർ ദേ ഹാഡ് ഫിനിഷ്ഡ്, അവര് വർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം എന്താണ്, ദേ ഗോ ഹോം. ഗോ എന്നുള്ള വെർബിന്റെ ശരിക്കുള്ള ഫോം ഉപയോഗിക്കണം. അപ്പൊ ദേ ഗോ ഹോം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ആഫ്റ്റർ ദേ ഹാഡ് ഫിനിഷ്ഡ്, അവര് അത് തീർത്തതിന് ശേഷം, എന്താണോ അത് അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്താണോ അത് തീർത്തതിന് ശേഷം ദേ ഗോ ഹോം, അവർ വീട്ടിൽ പോയി. അതായത് അവർ വീട്ടിൽ പോകുക എന്ന് പറയുന്ന കാര്യം നടക്കുന്നതിന് മുൻപേ നടന്ന കാര്യമാണ് ഹാഡ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ പാസ്റ്റിൽ ഒരു കാര്യം നടക്കുന്നു, അതിനു മുൻപേ നടക്കുന്ന കാര്യം എന്തിൽ പറയുന്നു, പാസ്റ്റ് പെർഫെക്റ്റിൽ പറയുന്നു. ഇപ്പൊ സിമ്പിൾ പാസ്റ്റിൽ ഒരു കാര്യം അവർ വീട്ടിൽ പോയി, അതിനു മുൻപേ കഴിഞ്ഞു പോയ കാര്യം നമ്മൾക്ക് എന്തിൽ പറയാം, അതിനു മുൻപേ ഉള്ള പാസ്റ്റ്, അതായത് പാസ്റ്റ് പെർഫെക്റ്റിൽ പറയാം, ഹാഡ് ഫിനിഷ്ഡ് എന്ന് പറയാം. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ടെങ്കിൽ, പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ശേഷം നടന്ന കാര്യം, ഏറ്റവും ആദ്യം നടന്ന കാര്യമായിരിക്കും ഹാഡ് പ്ലസ് V3 പറയുന്നത്. അപ്പൊ അതിന് ശേഷം നടന്ന കാര്യം എന്തിൽ പറയുക, സിമ്പിൾ പാസ്റ്റിലാണ് പറയേണ്ടത്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റിന്റെ കൂടെ എല്ലായ്പ്പോഴും സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക. ഇനി നോക്കുക, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് സിമ്പിൾ പാസ്റ്റ് അറിയാൻ ഒരു ബുദ്ധിമുട്ടും വേണ്ട. നോക്കുക, ആർ എന്നുള്ള ഓപ്ഷൻ ഒരിക്കലും എന്താകില്ല, പാസ്റ്റ് ആകില്ല.
ഓക്സിലറി വെർബ്സിനെ കുറിച്ച് പാസീവ് വോയിസിന്റെ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു പോയിരുന്നു. ആർ എന്ന ഓക്സിലറി വെർബ് എവിടെയുള്ളതാണ്? പ്രസന്റ് ടെൻസിലുള്ളതാണ്. അപ്പൊ അത് ഒരു കാരണവശാലും നമ്മുടെ ആൻസർ ആകില്ല. അടുത്ത ഹാഡ് ഗോൺ. ഹാഡ് ഗോൺ, നമുക്ക് ഹാഡ് ഫിനിഷ്ഡ് എന്ന് തന്നിരിക്കുന്ന പോലെ തന്നെ ഒരു ഓപ്ഷൻ ആണത് ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3. പക്ഷെ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. നമുക്കിനി എന്ത് വേണ്ട? മറ്റൊരു പാസ്റ്റ് പെർഫെക്റ്റ് ഫോം വേണ്ട. നമുക്ക് എന്ത് മതി? ഒരു സിമ്പിൾ പാസ്റ്റ് ഓപ്ഷൻ മതി. അപ്പൊ ഹാഡ് പ്ലസ് V3 എന്ന മറ്റൊരു പാസ്റ്റ് പെർഫെക്റ്റ് ഓപ്ഷൻ പിന്നെയും തന്നിരിക്കുന്നു. അതിന്റെ ആവശ്യമില്ല, ഒരു പാസ്റ്റ് പെർഫെക്റ്റ് മതി. അതിന്റെ കൂടെ പിന്നെ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത നോക്കുക, വേർ ഗോയിങ്. എന്താണ് വേർ ഗോയിങ്ങിന്റെ പ്രത്യേകത? വേർ ഗോയിങ് കണ്ടിന്യൂറ്റി ആണ് കാണിച്ചിരിക്കുന്നത്. വേർ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്, വാസും വേറും പാസ്റ്റ് ടെൻസ് ഓക്സിലറീസ് ആണ്. പക്ഷെ ഇവിടെ വേർ ഗോയിങ് എന്ന് പറയുമ്പോൾ എന്തായി? അത് കണ്ടിന്യൂറ്റി ആയി, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി. പക്ഷെ നമുക്ക് എന്ത് മതി? സിമ്പിൾ പാസ്റ്റ് മതി. സിമ്പിൾ പാസ്റ്റ്. വെന്റ്. ഗോ എന്നുള്ള വെർബിന്റെ 3 ഫോംസ് ആണ് ഗോ, വെന്റ്, ഗോൺ. ഗോ, വെന്റ്, ഗോൺ. ഗോ എന്നുള്ളത് തന്നെ V1 ആണ്. മാത്രമല്ല പ്രസന്റ് ടെൻസിലും ഗോ എന്നാണ് ഉപയോഗിക്കുന്നത്. വെന്റ് എന്നുള്ളത് V2 ആണ്. ഏത് വെർബിന്റെയും V2യിലുള്ള ഓക്സിലറി ആണ് ഡിഡ്. ഡിഡ് എവിടെയുള്ളതാണ്? പാസ്റ്റ് ടെൻസിലുള്ളതാണ്. ഏത് വെർബിന്റെയും V2 ഫോമിലുള്ള ഓക്സിലറി ഡിഡ് ആണ്. ആ ഡിഡ് അല്ലെങ്കിൽ V2 ഫോമിലുള്ള ആ വെർബ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അടുത്ത V3 ആണ്. V3 എവിടെ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഹാഡ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3. ഹാവ്, ഹാഡ്, ഹാസ് വിയോടൊപ്പമാണ് ഒരു വെർബിന്റെ V3 ഫോം ഉപയോഗിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റിന്റെ ആൻസർ ഏതാണ്? സിമ്പിൾ പാസ്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ടെൻസ് സ്ട്രക്ചർ സെന്റൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ വെന്റ് എന്നുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. യു ഡാഷ് സ്റ്റോപ്പ് സ്മോക്കിംഗ്. യു ഡാഷ് സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഒറ്റ നോട്ടത്തിൽ ഇത് ടെൻസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് തോന്നും. ഒറ്റ നോട്ടത്തിൽ ഇത് ടെൻസ് ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് തോന്നും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കാം. ഇത് ടെൻസ് ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യനേ അല്ല, ഇതൊരു ഫ്രേസ് ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രയോഗം, ഒരു ശൈലി, ഒരു പ്രയോഗം ബേസ് ചെയ്തുള്ള ഒരു ഫ്രേസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഹാവ് ബെറ്റർ, ഹാവ് ബീൻ ബെറ്റർ, ഹാഡ് ബെറ്റർ, ഹാഡ് ബീൻ ബെറ്റർ. യു ഡാഷ് സ്റ്റോപ്പ് സ്മോക്കിംഗ്. പറയുന്ന ആൾ ഉദ്ദേശിക്കുന്നത് ഒരു അഭിപ്രായ പ്രകടനമാണ്. സ്മോക്കിംഗ് നിർത്തുന്നതായിരിക്കും നല്ലത്. സ്മോക്കിംഗ് നിർത്തുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതില് അഭിപ്രായത്തെ കാണിക്കുന്ന ഒരു പ്രയോഗം ഈ ഓപ്ഷൻസിലുണ്ട്. ഇത് ടെൻസ് ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ചിലർക്ക് അറിയാമായിരിക്കാം, ചിലർക്ക് അറിയില്ലായിരിക്കാം. അറിയാത്തവർ ശരിക്കും ശ്രദ്ധിക്കാം. ഇതൊരു ഫ്രേസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉദ്ദേശിക്കുന്ന ഫ്രേസ് അഭിപ്രായത്തെ കാണിക്കുന്ന ഒരു ഫ്രേസ് ആണ്. അതായിരിക്കും നല്ലത്, അതാണ് അഭികാമ്യം, അതാണ് നല്ലത് അല്ലെങ്കിൽ അതാണ് അഭികാമ്യം എന്ന് അർത്ഥമാക്കുന്ന ഒരു ഫ്രേസ് ഈ ഓപ്ഷൻസിലുണ്ട്. ആ ഫ്രേസ് ആണ് ഹാഡ് ബെറ്റർ. ആ ഫ്രേസ് ആണ് ഹാഡ് ബെറ്റർ. നോക്കുക, ഇവിടെ ഹാഡ് എന്ന് ഉപയോഗിച്ചു എന്ന് കരുതി ഇത് ഒരിക്കലും ടെൻസ് ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യനോ ഹാഡ് പ്ലസ് V3 എന്ന ഉപയോഗമോ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. ഇതൊരു പാസ്റ്റ് പെർഫെക്റ്റ് കാണിക്കുന്ന സെന്റൻസോ ഒന്നുമല്ല. ഇതൊരു അഭിപ്രായം കാണിക്കുന്ന സെന്റൻസ് ആണ്. ഇതൊരു ശൈലിയാണ്, സംസാരത്തിലുള്ള ഒരു ശൈലിയാണ്. അപ്പൊ യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് സ്മോക്കിംഗ്. യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഇത് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്മോക്കിംഗ് നിർത്തുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ സ്മോക്കിംഗ് നിർത്തുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായമാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത് എപ്പോഴും എന്ത് കാണിക്കുന്നു? ഹാഡ് ബെറ്റർ എന്ന ഉപയോഗം, ഹാഡ് ബെറ്റർ എന്ന ഫ്രേസ് കാണിക്കുന്നത് എപ്പോഴും ഒരു അഭിപ്രായമാണ്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹാഡ് ബെറ്ററിന്റെ കൂടെ നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം, മറ്റൊരു രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഹാഡ് ബെറ്റർ എന്ന് തന്നുകൊണ്ട്. അപ്പൊ നോക്കുക, യു ഹാഡ് ബെറ്റർ, യു ഹാഡ് ബെറ്റർ ഡാഷ് ദ. അതില് ഗോ ആണോ, വെന്റ് ആണോ, ഗോൺ ആണോ, ഗോയിങ് ആണോ, ഇങ്ങനെ ഓപ്ഷൻ തരാം. യു ഹാഡ് ബെറ്റർ ഡാഷ് ദ. നിങ്ങൾ അവിടെ പോകുന്നതാണ് നല്ലത്. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ നോക്കുക, ദേ ഹാഡ് കിടക്കുന്നു, ഓടി വന്നു, ദേ ഹാഡ് കിടക്കുന്നു, കൊള്ളാം, V3 മതി എന്ന് കരുതി നേരെ ഗോൺ എടുത്ത് എഴുതാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഹാഡിന്റെ കൂടെ എന്തുണ്ട്? ബെറ്റർ ഉണ്ട്, ഹാഡ് ബെറ്റർ ഉണ്ട്. അപ്പൊ ഇത് ഹാഡിന്റെ പ്രയോഗമല്ല, ഹാഡ് എന്ന ടെൻസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ അല്ല. ഇത് ഹാഡ് ബെറ്റർ എന്ന ആ പ്രയോഗം, ആ ഫ്രേസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹാഡ് ബെറ്ററിന്റെ കൂടെ വെർബ് എല്ലായ്പ്പോഴും V1 ഫോമിൽ വേണം ഉപയോഗിക്കാൻ. അപ്പൊ ഈ രണ്ട് സാധ്യതയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. ഒന്ന്, ടെൻസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് സംശയിക്കത്തക്ക രീതിയിൽ ഇത് തരും. അപ്പൊ ഓപ്ഷനിൽ നിന്ന് നമ്മൾ എന്തെടുത്തെഴുതാ? ടെൻസിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട,
ഇതായിരിക്കും നല്ലത് എന്ന അഭിപ്രായമാണ് സെന്റൻസ് കാണിക്കുന്നതെങ്കിൽ, ഓപ്ഷനിൽ ഹാഡ് ബെറ്റർ ഉണ്ടെങ്കിൽ, എല്ലാ ഓപ്ഷനിലും ബെറ്ററും വന്നിട്ടുണ്ട്, ഓപ്ഷനിൽ ഹാഡ് ബെറ്റർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്, ഇതാണ് നല്ലത്, ഇത് നിർത്തുന്നതാണ് നല്ലത് എന്ന അർത്ഥത്തിൽ ഒരു അഭിപ്രായം കാണിച്ചിരിക്കുന്നു. ഹാഡ് ബെറ്ററിന്റെ യൂസ് ആണ്. രണ്ടാമത്തത്, ഹാഡ് ബെറ്റർ സെന്റൻസിൽ തന്നിട്ട് ബ്ലാങ്കിൽ വെർബ് ഫില്ല് ചെയ്യാൻ വരും. അപ്പൊ ഉറപ്പായിട്ടും എന്ത് മനസ്സിലാക്കുക, അവിടെ V3 അല്ല വരേണ്ടത്, ഹാഡ് ബെറ്റർ എന്ന പ്രയോഗമാണ് ഹാഡ് ബെറ്റർ പ്ലസ് വെർബിന്റെ V1 അഥവാ വെർബിന്റെ ബേസ് ഫോം. ഇവിടെ ആൻസർ വരുന്നത് എന്താണ്, യു ഹാഡ് ബെറ്റർ ഗോ ദർ എന്നാണ്. വെർബിന്റെ V1 ആണ് ഹാഡ് ബെറ്ററിന്റെ കൂടെ ഉപയോഗിക്കാവൂ. ഹാഡ് ബെറ്റർ പ്ലസ് വെർബിന്റെ V1, ഹാഡ് ബെറ്റർ കാണിക്കുന്നത് ഇതാണ് നല്ലത് എന്ന അഭിപ്രായം. യു ഹാഡ് ബെറ്റർ ബൈ എ മൊബൈൽ, ഹാഡ് ബെറ്റർ ബൈ എ മൊബൈൽ. ഹാഡ് ബെറ്റർ പ്ലസ് ബൈ വെർബിന്റെ V1 ഉപയോഗിച്ചിരിക്കുന്നു. ഒരു മൊബൈൽ വാങ്ങുന്നതായിരിക്കും നല്ലത് എന്ന അഭിപ്രായത്തെ കാണിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഹി കൺഗ്രാറ്റുലേറ്റഡ് മീ ഡാഷ് മൈ സക്സസ്. ഹി കൺഗ്രാറ്റുലേറ്റഡ് മീ ഡാഷ് മൈ സക്സസ്. നോക്കാം, ഇതൊരു പ്രിപ്പോസിഷൻ ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കൺഗ്രാറ്റുലേറ്റഡ്, കൺഗ്രാറ്റുലേറ്റഡ് എന്ന വേർബിന് ശേഷം, കൺഗ്രാറ്റുലേറ്റഡ് എന്ന വേർബിന് ശേഷം ഏത് പ്രിപ്പോസിഷൻ, എന്റെ വിജയത്തിൽ, കൺഗ്രാറ്റുലേറ്റഡ് മീ ഡാഷ് മൈ സക്സസ്, എന്റെ വിജയത്തിൽ അഭിനന്ദിച്ചു എന്ന് പറയുമ്പോൾ ഏത് പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കുന്നത്? കൺഗ്രാറ്റുലേറ്റഡ് മീ ഓൺ മൈ സക്സസ്. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, ഇതൊരു ജോഡി തന്നെയാണ്. കൺഗ്രാറ്റുലേറ്റഡ് മീ ഓൺ മൈ സക്സസ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ജോഡി. എല്ലായ്പ്പോഴും കൺഗ്രാറ്റുലേറ്റഡ് മീ ഓൺ മൈ സക്സസ് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്, അതിൽ മാറ്റമില്ല. അപ്പൊ കൺഗ്രാറ്റുലേറ്റഡ് മീ ഓൺ സോ ആൻഡ് സോ മാറ്റർ. ഇപ്പൊ എന്തിലെങ്കിലും എന്നെ അഭിനന്ദിച്ചു എന്ന് പറയാൻ കൺഗ്രാറ്റുലേറ്റഡ് ഓൺ എന്ന് ഉപയോഗിക്കാം. കൺഗ്രാറ്റുലേറ്റഡ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹി ഹാസ് ബീൻ ഇൽ ഡാഷ് 3 days. ഓപ്ഷൻസിൽ സിൻസ്, എബൌട്ട്, ഓൺ, ഫോർ. ഇത് പ്രൊപ്പോസിഷൻ ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നോക്കുക, ഹി ഹാസ് ബീൻ ഇൽ ഡാഷ് 3 days. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 ദിവസമായി. 3 ദിവസമായി ഹി ഹാസ് ബീൻ ഇൽ, അയാൾക്ക് സുഖമില്ലായിരുന്നു. 3 ദിവസമായി അയാൾക്ക് സുഖമില്ലായിരുന്നു. നോക്കി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 3 ദിവസം എന്നുള്ളൊരു ക്ലോസ്ഡ് പീരീഡ്. 3 ദിവസം എന്നുള്ള ഒരു ക്ലോസ്ഡ് പീരീഡ്, ഒരു ലോക്ക്ഡ് പീരീഡ് അല്ലെ. ഇപ്പൊ 5 days എന്ന് പറഞ്ഞാലോ, 5 months എന്ന് പറഞ്ഞാലോ, 10 years എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ 1 hour എന്ന് പറഞ്ഞാലോ ഒക്കെ അതെന്തായിരിക്കും? അതൊക്കെ ക്ലോസ്ഡ് ആയിട്ടുള്ള പീരീഡ് ആണ്. അത്രയും സമയം അല്ലെ, സ്പെസിഫിക് ആയിട്ട് അത്രയും സമയം മാത്രം, അത്രയും സമയം മാത്രം. അപ്പോൾ ഫസ്റ്റ് കാര്യം നമ്മൾ നോക്കേണ്ടത് എപ്പോഴും എന്താണ്? ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഏറെക്കുറെ പേർക്കും അറിയാം, ഒന്നുകിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ, ഒന്നുകിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ. അങ്ങനെ തോന്നാനുള്ള നമ്മുടെ കാരണം ഹാസ് ബീൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. നമ്മൾ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും, സിൻസ് അല്ലെങ്കിൽ ഫോർ ഉപയോഗിക്കുമ്പോൾ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ എന്ന പ്രയോഗം കൊണ്ടുവരുന്നു. സിൻസ് അല്ലെങ്കിൽ ഫോർ ഉപയോഗിക്കുമ്പോൾ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ, ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ എന്ന് ഉപയോഗിക്കുന്നു. സിൻസ് അല്ലെങ്കിൽ ഫോർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ എന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസുകൾ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഇത് കുറച്ചെങ്കിലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി അത്തരത്തിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഓപ്ഷനിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ എന്നുണ്ട്, ഫില്ല് ചെയ്യേണ്ടത് ആ പ്രിപ്പോസിഷൻ ആണ്. അപ്പൊ അത്തരത്തിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് കറക്റ്റ് എന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. ഇനി അതിൽ ഏതാണ് എന്ന് ഫിക്സ് ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ ഏതാണ് എന്ന് ഒരു സംശയം കൂടാതെ എഴുതണമെങ്കിൽ സിൻസ് ഉപയോഗിക്കുന്ന കണ്ടീഷൻ ഏതാണ്, ഫോർ ഉപയോഗിക്കുന്ന കണ്ടീഷൻ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ നമ്മൾ എഴുതാൻ പോകുന്ന ഈ ബ്ലാങ്കിന് ശേഷം വരുന്ന കാര്യം, സിൻസ് അല്ലെങ്കിൽ ഫോർ എന്ന് നമ്മൾ എഴുതാൻ പോകുന്ന ഈ ബ്ലാങ്കിന് ശേഷം വരുന്ന കാര്യം, ആ പറഞ്ഞിരിക്കുന്ന പീരീഡ് അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന സമയം, അതിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കണം. നോക്കി, ഇവിടെ കൊടുത്തിരിക്കുന്നത് 3 days എന്ന ഒരു ക്ലോസ്ഡ് പീരീഡ് ആണ്. 3 days ഒരു ക്ലോസ്ഡ് പീരീഡ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 5 years എന്നോ 10 months എന്നോ 2 hours എന്നോ ഒക്കെ പറയുന്നത് എന്താണ്? ഒരു ലിമിറ്റഡ് ടൈം, അത്രയും സമയം മാത്രം എന്നാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു ക്ലോസ്ഡ് പീരീഡ് ആണ് ഈ ബ്ലാങ്കിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ, അത്തരത്തിലൊരു ക്ലോസ്ഡ് പീരീഡ് ആണ് ബ്ലാങ്കിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഫോർ എന്നാണ്. നോക്കാം, ഫോർ എന്ന പ്രിപ്പോസിഷൻ ആണ് ഒരു ക്ലോസ്ഡ് പീരീഡിന് മുൻപ് ഉപയോഗിക്കുന്നത്. അപ്പൊ 3 days എന്നോ 5 years എന്നോ 10 months എന്നോ 6 hours എന്നോ 2 weeks എന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സമയം മാത്രമാണ് കാണിക്കുന്നത്. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പീരീഡ്, ഒരു കാലാവധിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സന്ദർഭത്തിൽ സിൻസ് ആണോ ഫോർ ആണോ എന്ന് സംശയിക്കരുത്.
ഈ ബ്ലാങ്കിന് ശേഷം ക്ലോസ്ഡ് പീരീഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്താണത് 4 ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഇനി നോക്കാം, ബ്ലാങ്കിന് ശേഷം 8 o'clock എന്നോ അല്ലെങ്കിൽ ബ്ലാങ്കിന് ശേഷം ട്യൂസ്ഡേ എന്നോ അല്ലെങ്കിൽ ഫെബ്രുവരി എന്നോ എന്തെങ്കിലും ബ്ലാങ്കിന് ശേഷം 8 o'clock എന്നോ ട്യൂസ്ഡേ എന്നോ ഫെബ്രുവരി എന്നോ എന്തെങ്കിലും ഒരു കൃത്യമായ സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കൃത്യമായ സമയം, മറ്റേതും ഇതുമായുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കുക. അതായത് നമ്മൾ സെക്കൻഡ് കേസ് സിൻസിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, ബ്ലാങ്ക് കഴിഞ്ഞ് സിൻസ് അല്ലെങ്കിൽ 4 എന്ന് ഫില്ല് ചെയ്യേണ്ട പോർഷൻ കഴിഞ്ഞിട്ട് സിൻസ് 8 o'clock അല്ലെങ്കിൽ ട്യൂസ്ഡേ അല്ലെങ്കിൽ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് അല്ലെങ്കിൽ 2019 അങ്ങനെ എന്തെങ്കിലും ഒരു കൃത്യമായ സമയമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, അങ്ങനെ കൃത്യമായ ഒരു സമയമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ബ്ലാങ്കിൽ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ സിൻസ് എന്നാണ്. വ്യത്യാസം മനസ്സിലാക്കുക. 4ന്റെ കേസിൽ നമ്മൾ എപ്പോഴും ഒരു കാലാവധി, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പീരീഡ് പറഞ്ഞിരുന്നു, ഒരു കാലഘട്ടം, 3 daysോ 7 hours-ഓ 2 weeks-ഓ 5 months-ഓ 5 years-ഓ അങ്ങനെ എന്തെങ്കിലും. പക്ഷേ സിൻസിന് ശേഷം എങ്ങനെയായിരിക്കും ആ പദം? സിൻസിന് ശേഷം കാണുന്ന പദം 8 o'clock, 8 മണി മുതൽ. ഹി ഹാസ് ബീൻ ഇൽ സിൻസ് 8 o'clock, 8 മണി മുതൽ അയാൾക്ക് സുഖമില്ല. അതായത് ഇതൊരു കണ്ടിന്യൂറ്റി ആണ്. 4 കാണിക്കുന്ന ഒരു ക്ലോസ്ഡ് പീരീഡിൽ നടന്ന കാര്യമാണെങ്കിൽ 4 5 years അല്ലെങ്കിൽ 4 3 days 3 ദിവസമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ 5 മാസമായിട്ടുള്ള കാര്യമാണ് എന്നൊരു ക്ലോസ്ഡ് പീരീഡാണ് 4 പറയുന്നതെങ്കിൽ സിൻസ് പറയുന്നത് എന്താണ്? കൃത്യമായ ഒരു സമയം തുടങ്ങി ഇങ്ങോട്ട്, അവിടെ മുതൽ ഇങ്ങോട്ട്. ഇതൊരു കണ്ടിന്യൂവേഷൻ ആണ്, ഇപ്പോഴും തീർന്നിട്ടില്ല. ഹി ഹാസ് ബീൻ ഇൽ സിൻസ് 8 o'clock, അതായത് 8 മണി മുതൽ അയാൾക്ക് സുഖമില്ല. ഹി ഹാസ് ബീൻ ഇൽ സിൻസ് ട്യൂസ്ഡേ, ചൊവ്വാഴ്ച മുതൽ അയാൾക്ക് സുഖമില്ല എന്ന് വെച്ചാൽ ഇപ്പോഴും സുഖമില്ല എന്ന് തന്നെ അർത്ഥം. ഹി ഹാസ് ബീൻ ഇൽ സിൻസ് ഫെബ്രുവരി, ഫെബ്രുവരി മുതൽ അയാൾക്ക് സുഖമില്ല. ഫെബ്രുവരി മുതൽ അയാൾക്ക് സുഖമില്ലാതായിട്ട് ഫെബ്രുവരി മുതൽ സുഖമില്ല, ഇപ്പോഴും സുഖമില്ല, ഇപ്പോഴും സുഖപ്പെട്ടിട്ടില്ല, ഇപ്പോഴും അത് തന്നെയാണ് പ്രശ്നം. ഷീ ഹാസ് ബീൻ സിംഗിങ് സിൻസ് 7 o'clock, 7 മണി മുതൽ അവൾ പാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. They have been playing since 8 o'clock, 8 മണി മുതൽ അവർ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഇതുവരെ കളി നിർത്തിയിട്ടില്ല. അപ്പൊ സിൻസ് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സിൻസ് പറയുന്നത് കണ്ടിന്യൂറ്റി ആണ്, ഒരു കൃത്യസമയത്തിൽ തുടങ്ങി ഇങ്ങോട്ടുള്ള കണ്ടിന്യൂറ്റി ആണ്, തുടർച്ചയെ കാണിക്കുന്നു. അവിടെ തീർന്നിട്ടില്ല, ആ കാര്യം അവസാനിച്ചിട്ടില്ല. 4 പറയുന്നത് എന്താണ്? for 3 days എന്ന് പറഞ്ഞാൽ 3 ദിവസം മാത്രമായിട്ടുള്ള പരിപാടിയാണ്, 3 ദിവസത്തേക്ക് മാത്രം എന്നൊരു ക്ലോസ്ഡ് പീരീഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹി ഹാസ് ബീൻ ഇൽ for 3 days, 3 ദിവസമായിട്ട് സുഖമില്ല. അല്ലാതെ ഏതെങ്കിലും ഒരു ദിവസം തുടങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം തുടങ്ങി ഇങ്ങോട്ടേക്ക് ഇതുവരെയും സുഖമില്ല എന്നൊരു കണ്ടിന്യൂറ്റി അത് കാണിക്കുന്നില്ല. 3 ദിവസത്തെ കാര്യം മാത്രം പറഞ്ഞിരിക്കുന്നു for 3 days. അപ്പൊ എപ്പോഴും ഓർക്കേണ്ടത് 4ന് ശേഷം എന്തായിരിക്കും? ഒരു ക്ലോസ്ഡ് പീരീഡ് ആയിരിക്കും. സിൻസിന് ശേഷം എന്തായിരിക്കും? ഒരു കൃത്യമായ സമയം മുതൽ ഇങ്ങോട്ട് എന്ന അർത്ഥത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. ഇത് രണ്ട് ഉപയോഗിച്ചാലും വെർബിന്റെ പോർഷൻ എങ്ങനെയായിരിക്കും? വെർബിന്റെ പോർഷൻ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ, അതായത് പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ എന്ന പ്രയോഗമായിരിക്കും വെർബിന്റെ പോർഷനിൽ. അടുത്ത ചോദ്യം നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഫിൽ ചെയ്യാനാണ്. അടുത്ത ചോദ്യം ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഫിൽ ചെയ്യാനാണ്. I am very late എന്നുള്ളതാണ് സെന്റൻസ്. ഈ സെന്റൻസ് ഒരു സബ്ജക്റ്റ് വേർഡിലാണ് തുടങ്ങിയിരിക്കുന്നത്, അല്ലെ? ഒരു നൗൺ വേർഡാണ് ഐ. അപ്പൊ അങ്ങനെ സബ്ജക്റ്റ് വേർഡിൽ തുടങ്ങുന്ന സെന്റൻസുകളെല്ലാം സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ സാധാരണ എഴുതുകയും പറയുകയും ചെയ്യുന്ന സബ്ജക്റ്റ് വേർഡിൽ, നൗൺ വേർഡിൽ തുടങ്ങുന്ന സെന്റൻസുകളൊക്കെ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത്തരത്തിൽ നമ്മൾ സാധാരണ ഒരു സെന്റൻസ് ആണത്. അത്തരത്തിലൊരു സാധാരണ സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുവാനായിട്ട് നാം സാധാരണ ചെയ്യുന്നത് ആ തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് എടുത്തെഴുതുന്നു. തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് എടുത്തെഴുതുന്നു. ഇവിടെ ആം എന്നുള്ളതാണ് ഓക്സിലറി വെർബ്, അത് എടുത്തെഴുതി. ഇനി തന്നിരിക്കുന്ന സെന്റൻസിൽ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. നെഗറ്റീവ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ആൻസറിൽ ടാഗിൽ എന്ത് വേണം? നെഗറ്റീവ് വരണം. ഇനി തന്നിരിക്കുന്ന സെന്റൻസിനെ സബ്ജക്റ്റിന് ചേരുന്ന ഒരു പ്രോനൗൺ എടുത്തെഴുതുന്നു. നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ഐ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഐ എന്നത് ഒരു പ്രോനൗൺ തന്നെയാണ്. അപ്പൊ ഇനി വേറെ പ്രോനൗണിന്റെ ആവശ്യമില്ല. നേരെ മറിച്ച് അവിടെ രാജു എന്നോ രാധ എന്നോ ഗീത എന്നോ സീത എന്നോ എന്തെങ്കിലും ഒരു പേരോ ഒരു വസ്തുവിന്റെ പേരോ ഒക്കെ ആയിരുന്നെങ്കിൽ, ഇപ്പൊ രാജു എന്നായിരുന്നെങ്കിൽ നമുക്ക് അതിന് ചേരുന്ന പ്രോനൗൺ ഹി എന്ന് എടുക്കേണ്ടി വന്നേനെ.
ഒരു ഗേൾ നെയിം ആയിരുന്നെങ്കിൽ അതിന് ചേരുന്ന പ്രോനൗൺ ഷീ എന്ന് കൊടുക്കേണ്ടി വന്നേനെ. എന്തെങ്കിലും ഒരു വസ്തുവിന്റെ പേരാണെങ്കിൽ അതിന് ചേരുന്ന പ്രോനൗൺ ഇറ്റ് എന്ന് കൊടുക്കേണ്ടി വന്നേനെ. പക്ഷെ ഇവിടെ ഐ എന്നുള്ളത് ഒരു പ്രോനൗൺ തന്നെയാണ്, അതുകൊണ്ട് ഇനി അതിന് മാറ്റണ്ട. അപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റിന് ചേരുന്ന ഒരു പ്രോനൗൺ എടുത്തെഴുതുന്നു. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് എടുത്തെഴുതുന്നു. നെഗറ്റീവ് വേർഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. നെഗറ്റീവ് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ നെഗറ്റീവ് നോട്ട് എന്ന് ചേർക്കണം. നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിവിടെ ചേർക്കണ്ട. എന്നിട്ട് ആ സബ്ജക്റ്റിന് ചേരുന്ന ഒരു പ്രോനൗൺ എടുത്തെഴുതണം. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഇതാണ് ട്രഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗ് എഴുതേണ്ട രീതി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആം ഇൻറ്റ് ഐ എന്നാണ്. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ആം ഇൻറ്റ് ഐ നോക്കുക, ആം നോട്ട് എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നു. ആമിന്റെ നെഗറ്റീവ് ആണ് നമ്മൾ എഴുതിയത്. ആമിന്റെ നെഗറ്റീവ് ആം നോട്ട് എന്നല്ല. അതായത് ആം പ്ലസ് നോട്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ആമിനൊരു നെഗറ്റീവ് ഇല്ല. ആമിന്റെ നെഗറ്റീവ് ആറിൻറ്റ് എന്നാണ്. ആം നോട്ട് എന്നൊരു പ്രയോഗമില്ല. ആം നോട്ട് എന്നൊരു വെർബിന്റെ നെഗറ്റീവ് ഇല്ല. ആം ഐ എന്ന് കൊടുക്കാം, അത് പോസിറ്റീവ് ആണ്. ആം ഐ എന്ന് കൊടുക്കാം. പക്ഷെ എന്ത് കൊടുക്കുന്നില്ല? ആമിൻറ്റ് ഐ എന്ന് കൊടുക്കാൻ പാടില്ല. എന്താണ് കൊടുക്കാവുള്ളൂ? ആറിൻറ്റ് ഐ. ആമിൻറ്റ് ഐ എന്നതിന് പകരം നമ്മൾ എന്താണ് ഉപയോഗിക്കാവുള്ളൂ? ആറിൻറ്റ് ഐ. ആമിന്റെ നെഗറ്റീവ് ആണ് ആറിൻറ്റ്. അപ്പൊ അത് എപ്പോഴും ഓർക്കുക. ആമിന്റെ കൂടെ നോട്ട് ചേരില്ല. ആമിന്റെ കൂടെ നോട്ട് ചേർന്ന് കഴിഞ്ഞാൽ അത് എന്തായി മാറുന്നു? ആറിൻറ്റ് എന്നായി മാറുന്നു. അപ്പൊ ആം വെരി ലേറ്റ് എന്നുള്ളതിന്റെ ടാഗ് ആറിൻറ്റ് ഐ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ഷീ ഹാഡ് ടേക്കൺ എ ടാക്സി ഷീ ഡാഷ് ദി സ്റ്റേഷൻ ഇൻ ടൈം. ഇഫ് ഷീ ഹാഡ് ടേക്കൺ എ ടാക്സി ഷീ ഡാഷ് ദി സ്റ്റേഷൻ ഇൻ ടൈം. ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ക്ലോസിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 2 ചോദ്യമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ ആ 2 മാർക്ക് തീർച്ചയായിട്ടും നമുക്ക് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു കാരണവശാലും അത് കളയേണ്ട കാര്യമില്ല, മൈനസ് വരുത്തേണ്ട കാര്യമില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇഫ് ക്ലോസ് നമ്മൾ ടോപ്പിക്ക് എടുത്തിട്ടില്ല. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഫ് ക്ലോസിന്റെ ടോപ്പിക് ഫുള്ള് കവർ ഉണ്ടാകും. പക്ഷേ അതിന് മുൻപ് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇഫ് ക്ലോസ് ക്വസ്റ്റ്യൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞുതരാം. നോക്കാം. ഇഫ് ക്ലോസ് വളരെ സിമ്പിൾ ആണ്. ഇഫ് ക്ലോസ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് 2 പാർട്ട് ഉണ്ടാകുമല്ലോ. തന്നിരിക്കുന്ന സെന്റൻസിൽ 2 പാർട്ട് ഉണ്ടാകും. ഒന്ന് ഇഫ് എഴുതുന്ന ഒരു പാർട്ട്. ഇഫ് എഴുതുന്ന ഒരു പാർട്ട്. അപ്പൊ ഇതിൽ മെയിൻ ക്ലോസ്, ഇഫ് ക്ലോസ്, സബ് ക്ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ആവശ്യമില്ല. അതൊക്കെ നമുക്ക് ടോപ്പിക് ബേസ്ഡ് ക്ലാസ് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടു പോകാം. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് മാത്രം നോക്കാം. 2 പാർട്ട് ഉണ്ടാകും ഇഫ് ക്ലോസ് ഒരു സെന്റൻസ്. അപ്പൊ അത് ഒന്ന് ഇഫ് ചേർത്ത് എഴുതുന്ന ഒരു സെന്റൻസ്, രണ്ടാമത് അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന ഒരു സെന്റൻസ്, കോമയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു സെന്റൻസ്. അപ്പൊ ഇത്തരത്തിൽ 2 സെന്റൻസിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും വേർബിന്റെ പോർഷൻ ബ്ലാങ്ക് തന്നിരിക്കുന്നത്. 2 സെന്റൻസിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും വേർബിന്റെ പോർഷൻ ബ്ലാങ്ക് തന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് കിട്ടുന്ന ആ സെന്റൻസിൽ ഏത് ഭാഗത്താണോ വെർബ് ഫില്ല് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. ഏത് സെന്റൻസിലാണോ വെർബ് ഫില്ല് ചെയ്തിട്ടുള്ളത് നമ്മൾ നോക്കാം. ഇവിടെ ബ്ലാങ്ക് ആണ്. അപ്പൊ ഇവിടെ പോരട്ടെ ഇഫ് ഷീ ഹാഡ് ടേക്കൺ എ ടാക്സി. ഇവിടുത്തെ വെർബിന്റെ പോർഷൻ അപ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്യാം. ഹാഡ് ടേക്കൺ. ഹാഡ് ടേക്കൺ എന്താണ് ആ വെർബിന്റെ പോർഷൻ? ഹാഡ് ടേക്കൺ. ഹാഡ് ടേക്കൺ, ഹാഡ് പ്ലസ് V3 എന്ന് നമ്മളിപ്പോ പല തവണയായി പലയിടത്തും വെച്ച് കാണുന്നു ഇവരെ. അപ്പൊ ഹാഡ് പ്ലസ് V3. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഇഫ് ക്ലോസിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 സെന്റൻസ് ഉള്ള ഇഫ് ക്ലോസിൽ ഒരു സൈഡിലെ വേർബിന്റെ പോർഷൻ ബ്ലാങ്ക് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഫില്ല് ചെയ്തിരിക്കുന്ന വേർബിന്റെ പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഫില്ല് ചെയ്തിരിക്കുന്ന വേർബിന്റെ പോർഷൻ ഹാഡ് പ്ലസ് V3 എന്നാണ്. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ഇഫ് ഉപയോഗിച്ച് എഴുതുന്ന ഈ സെന്റൻസിൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസിൽ, അതായത് ആ ഫില്ല് ചെയ്യേണ്ട മറ്റേ ഭാഗത്ത്, മറ്റേ സെന്റൻസിന്റെ ഭാഗത്ത് വുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ്, ഇവയിൽ ഏതെങ്കിലും വുഡ് ഹാവ് എന്നോ ഷുഡ് ഹാവ് എന്നോ മൈറ്റ് ഹാവ് എന്നോ കുഡ് ഹാവ് എന്നോ പ്ലസ് V3 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? 2 സെന്റൻസ് ഇഫ് ക്ലോസിൽ ഉണ്ടാകും. ബ്ലാങ്ക് ഉള്ള സെന്റൻസ് അവിടെ കിടക്കട്ടെ. ഫില്ല് ചെയ്തിരിക്കുന്ന സെന്റൻസിലെ വേർബിന്റെ പോർഷൻ എങ്ങനെയാണ്? നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് പ്ലസ് V3 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നെങ്കിൽ നമ്മൾ ആ ബ്ലാങ്കിൽ എന്തായിരിക്കും ഫില്ല് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ വുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് എന്നാണ് ഓക്സിലറി വെർബ് കൊടുക്കേണ്ടത്. അതിന്റെ കൂടെ മെയിൻ വെർബ് എങ്ങനെ കൊടുക്കും? V3 ഫോമിൽ കൊടുക്കും. അപ്പൊ ഇനി ഓപ്ഷൻസിൽ ഈ ഐറ്റംസ് ഉള്ളവരെ മാത്രം, ഇതിൽ ഏതെങ്കിലും ഒരു
ഓപ്ഷനെ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ആദ്യത്തെ ഓപ്ഷൻ ഹാഡ് റീച്ച്ഡ്, ഒരിക്കലും ആവശ്യമില്ല. രണ്ടാമത്തെ വുഡ് റീച്ച്, വുഡ് ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് എന്നാണ് പറയുന്നത്. വുഡ് ഹാവ് എന്ന് പറയണം. അപ്പൊ വുഡ് റീച്ച് ആണ്, ആവശ്യമില്ല. അടുത്ത് നോക്കുക, വുഡ് ഹാവ് ബീൻ റീച്ച്ഡ്, ബീനിന്റെ ആവശ്യമില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അടുത്ത് നോക്കുക, വുഡ് ഹാവ് റീച്ച്ഡ്, വുഡ് ഹാവ് റീച്ച്ഡ് എന്താണ് വന്നിരിക്കുന്നത്? വുഡ് ഹാവ് റീച്ച്ഡ് എന്ന്. അപ്പൊ ആൻസർ എന്തായി? വുഡ് ഹാവ് റീച്ച്ഡ്. അപ്പൊ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ, തന്നിരിക്കുന്ന ഭാഗത്ത് ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ ഫില്ല് ചെയ്യേണ്ട ഭാഗത്ത് വരാനുള്ള സാധ്യത ആകെ എത്രയേ ഉള്ളൂ? വുഡ് ഹാവ് എന്നോ ഷുഡ് ഹാവ് എന്നോ മൈറ്റ് ഹാവ് എന്നോ കുഡ് ഹാവ് എന്നോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം വരും. വുഡ് ഹാവ് എന്ന് തന്നെ ആയിരിക്കണം കേട്ടോ, ഹാവ് എന്ന് തന്നെ. മൈറ്റ് അല്ലെങ്കിൽ ഹാവ്, മൈറ്റ് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് പ്ലസ് ഹാവ്, കുഡ് പ്ലസ് ഹാവ്. അതിൻ്റെ കൂടെ വെർബ് എങ്ങനെയായിരിക്കണം? V3 ഫോമിലായിരിക്കണം. ഇതിന്റെ കൂടെ വേറെ ഒരു അഡീഷൻ, വുഡ് ഹാവ് ബീൻ എന്നോ വെറുതെ വുഡ് റീച്ച് എന്നോ ഒന്നും പാടില്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ സംഭവം തന്നെ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഓർത്തിരുന്നാൽ മാത്രം മതി. അതിൻ്റെ കൂടെ വേർബ് V3 ഫോമിൽ, റീച്ച്ഡ് കേട്ടോ, വുഡ് ഹാവ് റീച്ച്ഡ്, വേർബ് V3 ഫോമിൽ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഫ് ക്ലോസ് ആകെ 3 ടൈപ്പാണുള്ളത്. അതിൽ ഒരു ടൈപ്പ് ഇതാണ്. ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾ ഒരു ടൈപ്പ് പഠിച്ചിരിക്കുകയാണ്. ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 എന്നാണ് ഉറപ്പായിട്ടും ആൻസറിൽ വരികയുള്ളൂ. ഒരു ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. മറ്റു 2 ടൈപ്പുകൾ നമുക്ക് വഴിയെ പഠിക്കാം. ബാക്കി ടോപ്പിക് ക്ലാസ്സിലും ക്ലിയർ ആയി കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഇഫ് ക്ലോസ് ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തതും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവും. കാരണം ഒരു ടൈപ്പ് നമ്മളിപ്പോൾ തൊട്ട് മുൻപ് പഠിച്ചതേ ഉള്ളൂ. ഇത് സെക്കൻഡ് ടൈപ്പാണ്. ഇത് വേറൊരു ടൈപ്പ് ഇഫ് ക്ലോസ് ആണ്. ഞാൻ പറഞ്ഞ ആകെ 3 ടൈപ്പാണ് ഇഫ് ക്ലോസ് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഒരു ടൈപ്പ് നമ്മൾ പഠിച്ചു, ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 എന്നാണ് അടുത്ത ജോഡി വരികയുള്ളൂ. അതിൽ യാതൊരു മാറ്റവും ഇല്ല, ഒരു ഷഫ്ലിങ്ങും ഇല്ല, ഒരു ആൾട്രേഷനും ഒന്നും ഉണ്ടാവില്ല. ഇവിടെ അതാണെങ്കിൽ അവിടെ ഇത്, അവിടെ അതാണെങ്കിൽ ഇവിടെ ഇത്. അങ്ങനെയാണ് ഇഫ് ക്ലോസിന്റെ 3 ടൈപ്പും ഉള്ളത്. ഇത് നോക്കാം, ഇത് ഇഫ് ക്ലോസിന്റെ മറ്റൊരു ടൈപ്പാണ്. അപ്പൊ ഇത് പറയുന്നതോടുകൂടി രണ്ടാമത്തെ ടൈപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആവും. ടോപ്പിക് ബേസ് ക്ലാസ് ഇല്ലാതെ തന്നെ രണ്ടാമത്തെ ടൈപ്പും നിങ്ങൾ ഇതോടുകൂടി ചെയ്യാൻ പഠിക്കും. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഫ് ക്ലോസ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നു ഇഫ് ക്ലോസ് ക്വസ്റ്റ്യൻ എത്ര ഭാഗം ഉണ്ടാവും? ഉറപ്പായിട്ടും 2 ഭാഗം ഉണ്ടാവും. ഇഫ് ചേർത്ത് എഴുതുന്ന ഒരു സെന്റൻസ്, അതിൻ്റെ കൂടെ കോമയിട്ട് എഴുതുന്ന മറ്റൊരു സെന്റൻസ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും വേർബിന്റെ പോർഷൻ ബ്ലാങ്ക് ആക്കി തന്നിട്ടുണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന, നമുക്ക് ബ്ലാങ്ക് ഇല്ലാതെ കാണുന്ന വേർബിനെ കണ്ടുപിടിക്കുക. നോക്കി, ഇവിടെ വരുമ്പോൾ ഇഫ് ഐ വേർ, നമ്മൾ ബ്ലാങ്ക് ഇല്ലാതെ കണ്ടിരിക്കുന്ന, നേരിട്ട് കണ്ടിരിക്കുന്ന വേർബ് അതാണ് വേർ എന്നാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗത്ത് ഉള്ള വേർബാണ് ഇത് വേർ. വേർ എന്നൊരു ഓക്സിലറി വെർബ് മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, ആവശ്യം നടന്നാൽ മതി. വേർ എന്നൊരു ഓക്സിലറി വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇഫ് ക്ലോസിൽ ഇഫ് ഉപയോഗിക്കുന്ന ഈ സെന്റൻസിൽ വേർ എന്നോ ഡിഡ് എന്നോ ഹാഡ് എന്നോ, നോക്കാം, വേർ എന്നോ ഡിഡ് എന്നോ ഹാഡ് എന്നോ. ഹാഡ് ഉപയോഗിക്കുമ്പോൾ ഹാഡ് തനിയെ ആയിരിക്കണം കേട്ടോ. ഹാഡിന്റെ കൂടെ V3 വന്നു കഴിഞ്ഞാൽ കേസ് മാറിപ്പോ. ഹാഡ് എന്നാണെങ്കിൽ ഹാഡ് മാത്രം. ഇപ്പൊ ഇഫ് ഷീ ഹാഡ് എ കാർ, ഇഫ് ഷീ ഹാഡ് എ കാർ എന്ന് പറയുന്ന സെന്റൻസിൽ എന്താണ്? ഹാഡ് തനിയാണ് വന്നിരിക്കുന്നത്. ഇഫ് ഷീ ഹാഡ് എ കാർ, അവിടെ ഹാഡ് തനിയാണ്, അല്ലാതെ ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കരുത്. അതാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട കേസായി പോവും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇഫ് ക്ലോസിൽ, ഇഫ് ഉപയോഗിക്കുന്ന ആ സെന്റൻസിൽ വേറെന്നോ ഡിഡെന്നോ ഹാഡെന്നോ വന്നിട്ടുണ്ടെങ്കിൽ, വേറെന്നോ ഡിഡെന്നോ ഹാഡെന്നോ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഉദ്ദേശിക്കുന്നത് പാസ്റ്റ് ടെൻസ് എന്നാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. വേറെന്നോ ഡിഡെന്നോ ഹാഡെന്നോ. അപ്പൊ ഹാഡ് തനിയായിരിക്കണം എന്ന് പറഞ്ഞു. വേറെ നമുക്ക് ശരിക്കും പ്രത്യക്ഷത്തിൽ കാണാം, വേറെ മാത്രമാണ് വരുന്നത്. ഇനി ഡിഡ് എങ്ങനെയായിരിക്കും? ഡിഡ് വരിക എന്ന് പറഞ്ഞാൽ ഒരു വേർബിന്റെ V2 ഫോം വരിക എന്നുള്ളതാണ് അല്ലെ. ഇഫ് ഷീ ഗേവ് എന്ന് പറയാം. ഇഫ് ഷീ റോട്ട് എന്ന് പറയാം. ഇഫ് ഷീ സ്ലെപ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു വെർബിന്റെ V2 ഫോം ആണെങ്കിൽ അതിൽ എന്തായിരിക്കും? ഡിഡ് ഉണ്ടാവും. അപ്പോൾ വേറെന്നോ ഡിഡ് അല്ലെങ്കിൽ വെർബിന്റെ V2 ഫോമോ അല്ലെങ്കിൽ ഹാഡ് തനിയോ ആണ് ഇഫ് ക്ലോസിൽ വരുന്നതെങ്കിൽ ഒറ്റ കാര്യം ഓർത്താൽ മതി. അടുത്ത ബ്ലാങ്കിൽ എന്തായിരിക്കും? അടുത്ത ബ്ലാങ്കിൽ വരുന്നത് വുഡ് എന്നോ ഷുഡ് എന്നോ കുഡ് എന്നോ അല്ലെങ്കിൽ മൈറ്റ് എന്നോ പ്ലസ് വേർബിന്റെ V1 ഫോമും ചേർന്നായിരിക്കും അടുത്ത ബ്ലാങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ട വേർബിന്റെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇഫ് ക്ലോസിൽ വേറെന്നോ ഡിഡ് ഉൾപ്പെടുന്ന വെർബിന്റെ V2ഓ അല്ലെങ്കിൽ ഹാഡ് തനിയോ വന്നാൽ ഇതെല്ലാം പാസ്റ്റ് ടെൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്ലാങ്കിൽ വരുന്നത് എന്താണ്? വുഡ് എന്നോ ഷുഡ് എന്നോ കുഡ് എന്നോ മൈറ്റ് എന്നോ. അത് അർത്ഥം അനുസരിച്ച് ഏത് വേണമെങ്കിലും വരാം. അതിന്റെ കൂടെ വേർബ് എങ്ങനെയായിരിക്കണം? V1 ഫോം, വേർബ് V1 ഫോമിൽ. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ
ഉണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നോക്കാം, ആദ്യത്തെ വുഡ് ഹാവ് ഫ്ലോൺ എവേ. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ വുഡ് ഹാവ് പ്ലസ് V3 എന്നാ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഹാഡ് പ്ലസ് V3 ആണെങ്കിലാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരികയുള്ളൂ. അടുത്ത് നോക്കാം, ഐ വുഡ് ഫ്ലൈ എവേ. ഐ വുഡ് ഫ്ലൈ ശരിയല്ലേ? വുഡ് പ്ലസ് V1. ഇപ്പൊ ഷുഡെന്നോ വുഡെന്നോ കുഡെന്നോ മൈറ്റെന്നോ അതിലേതെങ്കിലും പ്ലസ് V1. ഇവിടെ നോക്കാം, വുഡ് ഫ്ലൈ, വുഡ് പ്ലസ് V1 വന്നിരിക്കുന്നു. അടുത്ത രണ്ട് ഓപ്ഷൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വേണ്ടെന്ന് വെക്കാം. കാരണം രണ്ടിലും എന്താ വന്നിരിക്കുന്നത്? വിൽ എന്നാണ്. വിൽ എന്ന് നമുക്ക് ഈ ടൈപ്പ് ഇഫ് ക്ലോസിൽ ആവശ്യമേ ഇല്ല. ഈ സെക്കൻഡ് ടൈപ്പ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയേ ഉള്ളൂ. അതിൽ യാതൊരു ഷഫ്ലിങ്ങോ ആൾട്ടറേഷനോ ഒന്നുമില്ല. അപ്പൊ ഇവിടെ എന്താണ് ഉള്ളൂ? വേറെന്നോ ഡിഡെന്നോ ഹാഡ് തനിയോ വന്നാൽ എന്ത് മാത്രം നമ്മൾ ചെയ്താൽ മതി? വുഡെന്നോ ഷുഡെന്നോ കുഡെന്നോ മൈറ്റെന്നോ പ്ലസ് അതിന്റെ കൂടെ വെർബിന്റെ V1 ഫോം ഉള്ള ഓപ്ഷൻ ഏതാണ് എന്ന് മാത്രം നോക്കിയാൽ മതി. ഇഫ് ഐ വർ എ ബേർഡ് എന്ത് ഫിൽ ചെയ്യാം? ഐ വുഡ് ഫ്ലൈ എവേ. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇപ്പോൾ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഗ്രാസ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചുരുങ്ങിയ വീഡിയോസിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട മാക്സിമം ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് കൃത്യമായിട്ട് തന്നെ കാണുക. താങ്ക്